ഇനി നമ്മൾ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് നയിച്ച ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി മിന്നൽ പരിശോധന തുടരുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ, സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ വ്യാപകമായി തെരച്ചിൽ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇത്തരം പരിശോധനകൾ നടക്കുന്നത്. അങ്ങനെയായിരുന്നു ആ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ആയുധ പരിശീലകൻ ആയിരുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മൊയ്തീൻ കുട്ടി ഇപ്പോൾ പിടിയിലാകുന്നത്. അദ്ദേഹം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവിധ ഏജൻസികളുടെ സഹായത്തോടെയാണ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നത് എങ്കിൽ പോലും പിന്നീട് ഇയാൾ വിദേശത്തേക്ക് കടന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നു പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യം. അങ്ങനെ എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ പുറത്തിറക്കിയിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ വ്യക്തി പിടിയിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് PFIയുടെ ഏജന്റ് എന്ന നിലയിൽ തന്നെയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാകട്ടെ ഇപ്പോൾ PFIയുമായി ബന്ധപ്പെട്ട നിർണായകമാകുന്ന വിവരങ്ങൾ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് PFI എന്ന സംഘടന നിരോധിക്കപ്പെട്ടുവെങ്കിൽ പോലും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സംസ്ഥാനത്ത് സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് യുവാക്കൾക്കടക്കം പരിശീലനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. എങ്ങനെയാണ് ഈ പരിശീലനം എന്നതുകൂടിയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതായത് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നു എന്നത് മാത്രവുമല്ല, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അക്രമങ്ങൾ നടത്തുന്നതിനും വേണ്ട പരിശീലനമാണ് ഇവർക്ക് ഈ PFI നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് നിർണായകമായി കണ്ടെത്താൻ സാധിക്കുന്നത്. അതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇവർ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഈ പ്രവർത്തനം, സ്ലീപ്പിംഗ് സെല്ലുകൾ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആണ് നടത്തുന്നത്. ഈ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഉത്തരവാദിത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വരൂപിക്കലും അതോടൊപ്പം തന്നെ മറ്റു പരിശീലന പരിപാടികളുമായി മുന്നോട്ട് പോവുക. അവിടെ കൃത്യമായൊരു ലക്ഷ്യം PFI എന്ന സംഘടന ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് രാജ്യത്തെ വിഭജിക്കുക എന്നത് തന്നെയാണ്. വർഗീയമായി തന്നെ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനായി അക്രമ ജിഹാദ് എന്ന ഒരു ദൗത്യം ആണ് ഇവർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം രാജ്യത്തെ 2047 എത്തുമ്പോഴേക്കും ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള കായികമായിട്ടുള്ള പരിശീലനം അടക്കം നൽകുന്നതിന് പ്രത്യേകമായ വിങ്ങുകൾ ആണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയുള്ള നിർണായകമായ വിവരങ്ങൾ ആണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് PFIയുടെ പ്രവർത്തനം നിരോധിക്കപ്പെട്ടു െങ്കിലും സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമാകുന്നു എന്നതിനോടൊപ്പം തന്നെ അന്വേഷണ സംഘവും കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, നമ്മൾ എടുത്തു പറയേണ്ടത് ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഭാഗമാകുന്ന ആളുകൾ നിരവധിയാണ്. പക്ഷേ ഇവരുടെ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും പോലും അതിനോടൊക്കെ പൂർണ്ണമായും വിയോജിപ്പ് പുലർത്തുന്നവർ ആണ്. അവർക്ക് ഇതിലൊന്നും ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്വവും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇപ്പോൾ മലപ്പുറം വളാഞ്ചേരി സ്വദേശി പിടിയിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെ നമുക്ക് ഒരിക്കലും ആ പ്രദേശവുമായോ അല്ലെങ്കിൽ ആ കുടുംബവുമായോ ഒന്നും ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ മനസ്സിലാക്കുന്നത് കൃത്യമായി കുടുംബവുമായി അകലം പാലിക്കുകയും കുടുംബം പോലും അറിയാത്ത തരത്തിലൊക്കെ ഇത്തരം തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു ഇയാൾ എന്നുള്ളതാണ് ഡാൻ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ 10 വർഷത്തോളം ആയുധ പരിശീലകനായിരുന്ന, അത് അവരുടെ മാസ്റ്റർ ട്രെയിനറായി പ്രവർത്തിച്ച വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം NIA നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ മൊയ്തീൻ കുട്ടി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അതായത് 100-ലേറെ പേരെ ആയുധ പരിശീലനം നൽകി കേരളത്തിൻ്റെ അടക്കം ദക്ഷിണേന്ത്യയുടെ വിവിധ മേഖലകളിൽ വെച്ച് ആയുധ പരിശീലനം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മാസ്റ്റർ ട്രെയിനറായിരുന്നു ഈ മൊയ്തീൻ കുട്ടി. അതുകൊണ്ട് തന്നെയാണ് 3 വർഷം മുമ്പ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ രഹസ്യമായി ഈ നാട്ടിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന മൊയ്തീൻ കുട്ടി PFIയെ നിരോധിക്കുന്നതടക്കമുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് ദേശീയ ഏജൻസികൾ കടക്കുന്നതിന് മുമ്പ് തന്നെ പരിശോധനകൾ വ്യാപകമായ ഇടയ്ക്ക് തന്നെ ഇവിടെ നിന്ന് UAEയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. UAEയിൽ ഇയാളെ രഹസ്യമായി താമസിക്കാൻ സഹായിച്ച ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അവിടെ നിന്ന് ഇയാൾക്ക് ലഭിച്ച സാമ്പത്തിക സഹായം കേന്ദ്രീകരിച്ചുമൊക്കെ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ആരാണത് കണ്ടെത്താനുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നവർക്ക് 7 ലക്ഷം രൂപയാണ് ഇനം പ്രഖ്യാപിച്ചത് NIA. അതായത് പാരിതോഷികം നൽകുമെന്ന കാര്യം നേരത്തെ അറിയിച്ചു തരുന്നതാണ്. ഈ മൊയ്തീൻ കുട്ടിയെ പിടികൂടാൻ
സഹായിക്കുന്ന ആളുകൾക്ക് 7 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ച് വലിയ തോതിൽ ഇയാൾക്ക് വേണ്ടി വലവിരിച്ച് അന്വേഷണം നടത്തിയിട്ടും ആദ്യഘട്ടത്തിലൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ചില സൂചനകൾ മാത്രമാണ് ലഭിച്ചത്. ആ സൂചനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് NIA രഹസ്യമായി അന്വേഷണം തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇയാൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ കൊച്ചിയിൽ വിമാനമിറങ്ങിയ മൊയ്തീൻകുട്ടിയെ അതീവ രഹസ്യമായി NIA കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്, ഈ ആയുധങ്ങൾ വാങ്ങുന്നതിൻ്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നായിരുന്നു, അതോടൊപ്പം ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉൾപ്പെട്ട വിവിധ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. ആ കൊലപാതകങ്ങളിൽ ഇയാൾ ട്രെയിനിങ് നൽകിയ, മൊയ്തീൻകുട്ടി ട്രെയിനിങ് നൽകിയ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നാണ് NIA വ്യക്തമാക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമായി കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനകൾ പല ഘട്ടങ്ങളിലായി EDയും അതോടൊപ്പം NIAയും ഒക്കെ വ്യാപകമായി തന്നെ നടത്തിയത്. നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അതോടൊപ്പം ഈ സ്ലീപ്പിംഗ് സെല്ലുകളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുന്നതിനുമായിട്ടായിരുന്നു ഈ പരിശോധനകൾ നടന്നത്. അതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ് മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് ഈ പണം സമാഹരിച്ചുകൊണ്ട് ഈ രഹസ്യമേവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരാൻ ഈ അറസ്റ്റിലൂടെ കഴിയുമെന്ന വിശദമായി ചോദ്യം ചെയ്യലിലൂടെ കഴിയുമെന്ന വിലയിരുത്തലാണ് ദേശീയ അന്വേഷണ ഏജൻസി. തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്നത് ഈ PFI നിരോധിക്കപ്പെട്ടതിന് ശേഷവും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാകട്ടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ, അന്ന് അറസ്റ്റിലാകുന്നവരിൽ വലിയൊരു നിര കേരളത്തിൽ നിന്ന് ഉള്ളവരുടേതായിരുന്നു. ഇപ്പോഴും മലയാളികളായിട്ടുള്ള യുവാക്കൾക്ക് പരിശീലനം നൽകിയെന്ന് പറയുമ്പോൾ അവർ ചിലരൊക്കെ പിന്തിരിഞ്ഞിട്ടുണ്ടാകാം. അതിനപ്പുറത്ത് ഇപ്പോൾ തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആൾ പോലും 100-ലധികം പേർക്ക് പരിശീലനം നൽകിയെന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപകമാണ് ഈ ശൃംഖല. അവരിൽ പലരും ഇപ്പോഴും നിശബ്ദരായി നമുക്കിടയിലൊക്കെ പ്രവർത്തിക്കുന്നു. അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെയല്ലേ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ വ്യാപകമായി അതായത് 5-5-ലധികമോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന വ്യാപകമായ റെയ്ഡിന് പിന്നാലെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിയത്. അതിനുശേഷവും വളരെ രഹസ്യമായി പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിലെ പല ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, വടക്കൻ ജില്ലകളും തെക്കൻ ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തൽ നേരത്തെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ അതിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരു പരിമിതി നേരിടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ അതായത് ഇപ്പോൾ രാജ്യത്ത് നിരോധിച്ചിട്ടില്ലാത്ത എന്നാൽ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മറ്റ് ചില സംഘടനകളിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ 2ാം നിര നേതാക്കൾ നുഴഞ്ഞു കയറുകയും അവർ അതിൽ കൃത്യമായി അവരുടെ ലക്ഷ്യം കാണുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമായി ആ സംഘടനകളുടെ പേരുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.